ഡിഗ്രി പഠിത്തത്തിന് ശേഷം ഞാൻ പ്രൈവറ്റ് മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 5-8 കൊല്ലത്തോളം പ്രൈവറ്റ് മേഖലയിൽ തന്നെ വർക്ക് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പി എസ് സിയിലോട്ട് ഇറങ്ങുന്നത്. പട്ടാമ്പി എ സിയിൽ ഞങ്ങൾ സൺഡേ ബാച്ചിനായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. പി എസ് സിനെ കുറിച്ച് ഒരു അറിവൊക്കെ വരൽ തുടങ്ങിയപ്പോൾ പി എസ് സി എന്തുകൊണ്ട് നമുക്ക് നല്ലതാണ്, പഠിച്ചാൽ കിട്ടും എന്നുള്ള നല്ലൊരു ബോധമുള്ളതുകൊണ്ട് ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് റെഗുലർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു. എൻ്റെ പേര് വിഗീഷ്. എൻ്റെ വീട് പട്ടാമ്പിയാണ്. ഞാനിപ്പോൾ ടൈപ്പിസ്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിട്ടുണ്ട്. ഞാൻ എയ്സിൽ എത്തിപ്പെട്ടത് പട്ടാമ്പി എയ്സിൽ തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പട്ടാമ്പി എയ്സിൽ എത്തിപ്പെട്ടത് എൻ്റെ 2-3 ഫ്രണ്ട്സ് ഞങ്ങൾ ഒരു റൂമിലിരുന്ന് പഠിച്ചായിരുന്നു. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ എയ്സിനെ പറ്റിയിട്ട് അറിയുന്നത്. വൈകുന്നേരത്താണ് ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് പഠിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ എയ്സിനെ പറ്റി അറിയുന്നതും. അനന്തു എന്ന് പറഞ്ഞ പയ്യനാണ് അങ്ങനെ എയ്സിനെ പറ്റി പറഞ്ഞ നല്ല ക്ലാസ്സാണ് അവിടുത്തേത് പറഞ്ഞിട്ട് അവൻ സൺഡേ ബാച്ചിന് അവിടെ ചേർന്നു. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ ഡെയിലി എയ്സിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെയാണ്, എല്ലാ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെ നല്ല ക്ലാസ്സാണ്, ഇതാണ്, നല്ല റീഡിങ് സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എയ്സിൽ ചേരുന്നത്. ഞാനും അനന്തും സുരേഷും പറഞ്ഞിട്ടാണ് ഞങ്ങൾ എയ്സിൽ ചേരുന്നത്. അങ്ങനെ എയ്സിൽ ചേർന്നിട്ട് അവസാനം ഇതുവരെ എത്തി. ഇപ്പോൾ ജോലി കിട്ടേണ്ട ഒരു ലെവലെത്തി. അത് എയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എയ്സ് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസാണ്. ഓരോ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഡെയിലി ഓരോ പേജ് വെച്ചിട്ട് തന്നെ അവർ പഠിക്കാൻ തരും. നല്ല ഉപകാരപ്പെടും. പിന്നെ പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പ്രാക്ടീസ് ടെസ്റ്റ് എല്ലാ ആഴ്ചയും വീക്കിലി പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ OMR എക്സാമാണ് പ്രത്യേകത. OMR എക്സാമിൽ നമ്മൾ മൈനസൊക്കെ വരുന്നത് നമുക്ക് നന്നായിട്ട് അത് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് വളരെ ഉപയോഗപ്രദമായിരിക്കും. പിന്നെ സിലബസ് ബേസ്ഡ് എക്സാം നടത്തും. സിലബസ് ബേസ്ഡ് നമ്മൾ ഒരു ടോപ്പിക്കിൻ്റെ എല്ലാ സിലബസും കവർ ചെയ്തിട്ടുള്ള എക്സാമുകൾ അവർ നടത്തുമ്പോൾ നമുക്ക് തന്നെ കറക്റ്റായിട്ട് ആ ബാച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ പി എസ് സിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. എൻ്റെ പഠന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈവനിങ്ങൊക്കെ ഞങ്ങൾ ഒരു 7-8 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടി കമ്പൈൻ സ്റ്റഡി ചെയ്യുമായിരുന്നു. അറിയാത്ത ടോപ്പിക്കുകളെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടത്. ഇപ്പോൾ പി എസ് സിക്ക് ഇറങ്ങുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടും. അതിന് ഏറ്റവും എക്സാമ്പിളാണ് ഞാൻ. ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ മതി. നമ്മൾ 100% ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടാനുള്ളത് കാര്യമുള്ളൂ. ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഡെഡിക്കേഷൻ എന്തായാലും വേണം. അപ്പോൾ മിനിമം ഒരു 5 മണിക്കൂർ പഠിക്കുക, മാക്സിമം ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക വെച്ചാൽ ഏറ്റവും ബെറ്റർ. പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിൽ കയറാൻ പറ്റും. ഡിഗ്രി പഠിത്തത്തിന് ശേഷം ഞാൻ പ്രൈവറ്റ് മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 5-8 കൊല്ലത്തോളം പ്രൈവറ്റ് മേഖലയിൽ തന്നെ വർക്ക് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പി എസ് സിയിലോട്ട് ഇറങ്ങുന്നത്. സൺഡേ ബാച്ചുകളിലാണ് ജോയിൻ ചെയ്തത്. പട്ടാമ്പി എയ്സിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സായ അനന്തു സുരേഷൊക്കെ അങ്ങനെ പട്ടാമ്പി എയ്സ് നല്ലൊരു ക്ലാസ്സാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പട്ടാമ്പി എയ്സിൽ വന്ന് ചേരുന്നത്. പട്ടാമ്പി എയ്സിൽ ഞങ്ങൾ സൺഡേ ബാച്ചിനായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. സൺഡേ ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ സൺഡേ ബാച്ചിൽ നമുക്ക് പി എസ് സിനെ കുറിച്ച് ഒരു അറിവൊക്കെ വരൽ തുടങ്ങിയപ്പോൾ പി എസ് സി എന്തുകൊണ്ട് നമുക്ക് നല്ലതാണ്, പഠിച്ചാൽ കിട്ടും എന്നുള്ള നല്ലൊരു ബോധമുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നീട് റെഗുലർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഞങ്ങളുള്ള ജോലി ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് റെഗുലർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. നമ്മൾ പിന്തിരിപ്പിക്കാനും നമ്മളെ കുറ്റം പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. അതൊക്കെ നമ്മളെന്ത് ചെയ്യുക, 100% ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങി അതൊക്കെ തീരാനുള്ള പ്രശ്നമുള്ളൂ. നമ്മളെല്ലാവരും എന്ത് പറഞ്ഞാലും നമുക്ക് നമ്മളൊരു ഉറച്ച വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നേടിയെടുക്കാനുള്ളതുള്ളൂ. നമ്മളെ കുറ്റം പറഞ്ഞവരൊക്കെ ലാസ്റ്റ് നമുക്ക് വേണ്ടി കയ്യടികൾ എന്തായാലും നമ്മൾ തേടിയെത്തും.